തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അതെ, എനിക്കും അത് തന്നെ ചോദിക്കാനുള്ളൂ, അത് മാത്രമേ പറയാനുള്ളൂ. ആ സ്നേഹത്തോടുള്ള വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തികേണ്ടെന്ന്. വേറൊന്നുമല്ല, അടുത്ത പണിക്ക് വിളിച്ചാൽ ഇനിയിപ്പോ സഹായിക്കാൻ പുറത്തുനിന്നാരെ വിളിക്കേണ്ട. എന്റെ 2 അസിസ്റ്റന്റുകളും നേരത്തെ കാലത്തും വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പിന്നെ മൈലാഞ്ചിയുടെ ABCD അറിയാൻ പാടില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് എത്തി നോക്കുമ്പോൾ ഒരു സമാധാനം. കുറച്ചുനേരം അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് ബാക്കി വെച്ച പണികളിലേക്ക് അങ്ങോട്ട് കടന്നു. ഇതിപ്പോ പന്തലങ്ങോട്ട് ഇട്ടിട്ട് കാർപ്പറ്റ് അങ്ങോട്ട് വിരിക്കുമ്പോൾ മണ്ണ് നല്ല നിരപ്പിന് കിടക്കാനുള്ള സാഹസികതകളാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത്. തിരിച്ചകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും കല്യാൺപെണ്ണിന്റെ ഒരു കാലം മൈലാഞ്ചി അങ്ങോട്ട് തെറ്റിച്ചു വെച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല രാമനാരായണ എന്ന ഭാവത്തി എന്റെ മോള് ഒരു ഭാഗത്തിരുന്നോട്ട് പഠിക്കണ്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങളുടെ കല്യാൺപെണ്ണിന്റെ മൈലാഞ്ചിരി പരിപാടി അങ്ങോട്ട് സമാപ്ത ഹോകയാ. ഇതിപ്പോ എനിക്ക് മൈലാഞ്ചിരി എന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എന്റെ അനിയത്തിയായിരുന്നു. ഏത് ഞങ്ങളുടെ കല്യാണപ്പെണ്ണ്. ബൈ ദ ബൈ കല്യാണത്തിന്റെ പല പല പണികളാൽ തിരക്ക് പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് കല്യാണപ്പെണ്ണിനെ പോലെ ഞാൻ കൈനീട്ടിരിക്കാൻ കണ്ടിങ്ങനെ എന്റെ പോരാളി വന്ന് എന്നെ വാക്കത്തിയെടുത്ത് വീശോ എന്നുള്ള സംശയത്തിന്റെ പുറത്ത് ഞാൻ പിന്നെ ആ പണിക്ക് നിന്നില്ല. അതിന്റെ കൂടെ എവിടെ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാലും ഗോളടിക്കണേ എന്റെ ഏട്ടുവാണെങ്കിൽ എന്നോട് ചോദിക്കണേ ഇതിപ്പോ കല്യാണപ്പെണ്ണ് മാറി പോവാ. മൈലാഞ്ചിനെ അങ്ങോട്ട് ഉണങ്ങാൻ പോലും അനുവദിക്കാണ്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോകുന്നത് വേറൊന്നുമല്ല. എന്റെ ഏട്ടുവാണെങ്കിൽ വെള്ളിയാഴ്ച നാൾ ഡ്രസ് എടുത്തിട്ടില്ല. അങ്ങനെ തിരിച്ചു വീട്ടിയെത്തിയപ്പോഴത്തേക്കും സമയം പാതിരാത്രി ആയിട്ടുണ്ട്. അടുക്കള മുഴുവൻ അടിച്ചു വരക്കിയപ്പോ ആകെപ്പാടെ കിട്ടിയതാണെങ്കിൽ 4 ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അതാ. എന്നാ പിന്നെ ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളും